മീലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ആദ്യം നിന്ന് കുറച്ച് അപ്ഡേറ്റ് അങ്ങ് തരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് കൊച്ചർത്താനം പറയാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50-60 പേരെങ്കിലും എൻ്റെ അടുത്ത് ചക്ക വരട്ടിയതിൻ്റെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യട്ടെ, ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇത് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചിട്ടില്ല. കാരണം ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ചക്ക കിട്ടുമോ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. കിട്ടിയാൽ കിട്ടി എന്ന് പറയാം. അത്തരത്തിൽ കുറച്ച് ചക്ക കിട്ടിയത് ചെയ്തതാണ്. ചക്ക വരട്ടിയേന്ന് കണ്ട് ചാടി വീണ് ഓർഡർ ചെയ്യരുത്. ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ ഓർഡർ ചെയ്യാവൂ. അതിന്റെ മുകളിൽ കിടക്കുന്ന ചക്കയുടെ പീസുകൾ കണ്ടോ, അങ്ങനെയുള്ള ചക്ക വരട്ടിയതാണ് ആദ്യ ബാച്ച് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്തെടുത്തതല്ല, ആയി പോയതാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ചക്കപ്രഥമൻ, ചക്ക പായസം, ചക്കയട, അതുപോലെ തന്നെ കുറച്ച് പഴുത്ത ചക്ക തിന്നിട്ട് കുറേ നാളായി. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പെർഫെക്റ്റ് ആണ്. യഥാർത്ഥ ഒരു ചക്കപ്പഴം തിന്നുന്ന അതേ ടേസ്റ്റ് ആണ്. കൺസിസ്റ്റൻസി കണ്ടോ, നല്ല കട്ടിയാണ്. പീസ് പീസ് പോലെ എടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പം ഇത് ഇഷ്ടമുള്ളവർ മാത്രമേ ഇപ്പം എനിക്ക് ഓർഡർ തരാവൂ. അതല്ല കിട്ടിക്കഴിഞ്ഞിട്ട് പരാതി പറയുന്നത് എന്താണ് ബെൻസി ഇങ്ങനെ ചക്ക പീസുകൾ കിടക്കുന്നത്, ഇങ്ങനെയാണോ ചക്ക വരട്ടുന്നത്, അങ്ങനെയൊന്നും ചോദിക്കരുത്. അതിനു വേണ്ടിയാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് മറ്റതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ആ ഒറിജിനൽ ചക്ക ചവച്ച് തിന്നുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും ആ നെയ്യുടെയും ഏലക്കായുടെയും കൂടെ ഒക്കെ ടേസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ വേണ്ടവര് ഓർഡർ ചെയ്തോ. ഞാൻ ഇതുവരെ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് വിടുമേ. ഇപ്പൊ എന്താ, ഇടയ്ക്കൊക്കെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ കാണുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അതിൽ നിന്നും പലർക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അതിന്റെ വീഡിയോ, അങ്ങനെ സോറി ഫോട്ടോസ് ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ് തുടങ്ങിയ നാൾ തൊട്ട് ഞാൻ പാത്രം കഴുകാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ആമസോണിൽ നിന്നും ഓർഡർ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് 1/2 ലിറ്ററിന്റെ ബോട്ടിൽ അല്ലെ 1 ലിറ്ററിന്റെ ബോട്ടിൽ എന്നൊക്കെ പറയുന്ന ചുരുക്കം ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ധാരാളം പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ. അകത്ത് 2 അടുക്കളയിലും കൂടി 2 ബോട്ടിൽ വെക്കണം 1 ലിറ്ററിന്റെ. അതുപോലെ മുറ്റത്ത് പാത്രങ്ങൾ കഴുകുന്നതിന് 1 ലിറ്ററിന്റെ വെച്ചാല് ാണ് തീരുന്നത്. പിന്നെ ജോസന്റെ ആവശ്യത്തിന് ഫ്രണ്ടിൽ ഒരെണ്ണം വെക്കണം. അങ്ങനെ 5-6 1 ലിറ്ററിന്റെ അല്ലെ 1/2 ലിറ്ററിന്റെ അല്ലെ 250 ml ഇങ്ങനെ കുഞ്ഞു ബോട്ടിലുകളുണ്ടല്ലോ, അങ്ങനെ നിറച്ച് വെക്കും. ഇതിപ്പോ പെട്ടെന്ന് തീരും കേട്ടോ. മറ്റതെനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ആമസോണിൽ നിന്നാണ് ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് ഓർഡർ ചെയ്യുന്നത്. അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതിനിടയ്ക്ക് ഇപ്പം നാട്ടിലെ ചൂട് കാരണം ഇപ്പം മഴ തുടങ്ങി. ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പൊ AC സർവീസ് ചെയ്യാൻ ആളെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ AC യിൽ വലിയ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഇടയ്ക്ക് അതിന്റെ നെറ്റ് ചോദിച്ചാൽ തന്നെ കഴുകാറുണ്ട്, ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഡീപ്പ് ക്ലീനിങ്ങിന് അവരെ വിളിച്ചൊന്ന് ചെയ്യിച്ചതാണ്. അപ്പൊ അവരുടെ പണി അവിടെ നടക്കുന്നു, ജോസാന്റെ പണി ഇവിടെ നടക്കുന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ ഒരു വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ താഴേന്ന് ചെറുതായിട്ട് വെള്ളം ലീക്ക് ആവുന്നു. അങ്ങനെ എന്തൊക്കെയോ വേറെ സാധനങ്ങൾ മേടിച്ച് അത് വീണ്ടും റിപ്പയർ ചെയ്യുവാണ്. ഞാൻ ജോസന്റെ അടുത്ത് പറയും, എനിക്കിതൊക്കെ ഒരു മുഷിഞ്ഞ പണിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എന്നെ കൊണ്ട് ഇത്ര ക്ഷമയൊന്നും ഇല്ല ഒരു കാര്യം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അഴിച്ചൊക്കെ പണിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറെ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് വളർന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നെടുത്ത വീഡിയോ ആണിത്. അപ്പം തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മളെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പൊ ജോസാനെ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സെഫിനും വരാറുണ്ട്. ഇപ്പൊ പിന്നെ സ്കൂൾ അടച്ചല്ലോ. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. അവന്റെ കുറെ വീഡിയോസ് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലെ ഷോക്കേസ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരുന്നു അതിന്റെ അവസ്ഥ. അതിനുശേഷം ഞാന് വീഡിയോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഇതൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന വേറെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ മേടിച്ചു വെച്ച താറാക്കുട്ടികളും പാവക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തെല്ലാം ചെടികളാക്കിയതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോയിൽ അത്ര എടുപ്പ് തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മാസത്തിലൊരിക്കലൊക്കെ അല്ലെ ഒരു 20 ദിവസം കൂടുമ്പോഴൊക്കെ ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും, അതേ ഉള്ളൂ. നല്ല വളർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഈ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വീഡിയോയിൽ ഒരു വല്ലാതെ തോന്നുന്നു. ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തോ കൈ കിട്ടിയാലും അതിനകത്തൊക്കെ വെള്ളം ഒഴിച്ച്, ഈവൻ നമ്മുടെ വൈൻ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ പണ്ട് വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതുവരെ ഞാനിപ്പോ എടുത്ത് അതിനകത്ത് ചെടികൾ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. വീണ്ടും ചെടിപ്പിഴാന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നിന്നതായിരുന്നു,
ബിസിനസ്സിലോട്ടൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാൻ അതുപോലെ ടൈം വേണം. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വിട്ട് കളഞ്ഞതായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിന്റെ ചട്ടികളാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണെന്ന് തോന്നുന്നു. അപ്പൊ കറുപ്പും ഉണ്ട്. അതിന് ആദ്യം തന്നെ വെള്ള ഓർഡർ ചെയ്തിരുന്നു. രണ്ടും പല ദിവസമായിട്ടാണ് വന്നത്. രണ്ടിന്റെ ഡിസൈൻ വേറെയാണ്. കറുപ്പിന് അടിയിൽ വെള്ളം വീഴാനായിട്ടുള്ള ഇതും ഉണ്ട്. പക്ഷെ വെള്ളയ്ക്കും ഉണ്ട് കേട്ടോ. എന്റെ ഒരു കാര്യം, ഞാൻ തന്നെ ഇതൊക്കെ നോക്കി ഓർഡർ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ കുഞ്ഞു ചെടികളും ആ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നതും ഒക്കെ വേറെ ചെറിയ ചട്ടിയിലോട്ട് മാറ്റണമെന്ന്. അതിനു വേണ്ടി ഇത് മേടിച്ചതാണ് കേട്ടോ. ഇപ്പൊ നന്നായിട്ടൊക്കെ ഇത് വളർന്നു വരുന്നുണ്ട്. ഇത് അന്ന് ചെടി മേടിച്ചപ്പോ ഈ ഇത് മേടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. ഇതുവരെ ഇട്ടില്ലായിരുന്നു. അപ്പം ഇതെറങ്ങുന്ന കുപ്പിയിൽ അതൊക്കെ ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് മണി പ്ലാന്റോ ബാംബൂ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതുവരെ ബാംബൂ വെച്ചില്ല. ഇനി വെക്കണം. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാനെല്ലാം ദാണ്ടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിനകത്തുണ്ട്. വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയതാണ്. അപ്പൊ ഒരു രാത്രി നല്ല പണിയാണ് കേട്ടോ ഈ ചെടിച്ചട്ടിയൊക്കെ നിറയ്ക്കുക എന്ന് പറയുന്നത്. അത്യാവശ്യം ഭയങ്കര സമയമെടുക്കും. ചകിരിച്ചോറ് ഞാനിപ്പോ ഓൺലൈനിൽ കുറച്ചുകൂടി ചകിരിച്ചോറ് വരുത്തിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ കടകളിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഓൺലൈനിൽ വാങ്ങുന്നത്. അല്ലാതെ ഓൺലൈനിലെ എല്ലാം മേടിക്കുകയോ അങ്ങനൊന്നും ഇല്ല. നമുക്ക് പുറത്ത് കിട്ടുന്നതെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാന് കുറച്ചല്ലേ മേടിച്ചുള്ളായിരുന്നു. അത് നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ഞാൻ കുറെ കൂടുതൽ മേടിച്ചിട്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ മൂട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ മൂട്ടി പറ്റാനില്ലെന്ന് പറയും. ഇച്ചിരിച്ചേ ഉള്ളൂ. അപ്പൊ കുറച്ച് കൂടുതൽ ഇട്ടാണ് കാണാനും ഭംഗി. അപ്പൊ അതുകൊണ്ട് കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല സമയം പോകും. പക്ഷെ എല്ലാം കഴിഞ്ഞുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമാണ്. അപ്പം വീട്ടിൽ പണികൾ നടക്കുന്നുണ്ടല്ലോ. നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലോ. അപ്പൊ ഇന്റർലോക്ക് ഒന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൊത്തം അഴുക്കായിരുന്നു. കാരണം നമുക്ക് ഈ വണ്ടികൾ ധാരാളം വരുമല്ലോ, കമ്പനി വണ്ടികളും. ഈ ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ, ആ ഷീറ്റ് ഇട്ടതിന്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ അഴുക്കാവുന്നത്. അതായത് മഴ പെയ്ത് നനയുന്നില്ല. അതുപോലെ കമ്പനി വണ്ടികളൊക്കെ വരുമല്ലോ, കടയിൽ സാധനങ്ങൾ, ബേക്കറി ആയാലും അല്ലാത്ത ആയാലും, അങ്ങനെയും ശരിക്ക് മണ്ണ് പിടിക്കുന്നുണ്ട്. കാർ പോർച്ചും അതുപോലെ അഴുക്കായി കിടക്കുവാണ്. അപ്പൊ അതൊക്കെ അവർ കഴുകി ക്ലീൻ ആക്കി ഇട്ടേക്കുവാണ് പെയിന്റ് അടിക്കാനായിട്ട്. അപ്പോ മേളത്തെ പണികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏകദേശം ഒക്കെ ഒതുങ്ങി. അതാണിപ്പം ഇപ്പോഴത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇല്ല, എന്റെ ഇല്ല. പുള്ളിങ് സ്പ്രിങ് എന്റെ ഇല്ല, പണ്ടേ ഇല്ല, എല്ലാം പോയി. അപ്പൊ വയറിങ്ങിനും പ്ലംബിങ്ങിനും പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിരുന്നു കേട്ടോ. കാരണം ജോസാന്റെ പ്രൊഫഷൻ ഇതാണെങ്കിലും ഫുൾ ടൈം നിന്ന് ചെയ്തെങ്കിലേ ഇത് തീരത്തുള്ളൂ. പക്ഷെ അത്രയും സമയമില്ല. നമുക്ക് കൊറിയർ അയക്കണം, പാക്കിങ് ചെയ്യണം, അതിൻ്റെ കൂടെ മറ്റുള്ള പണികൾക്ക് സാധനം എടുത്തു കൊടുത്ത് ചെയ്യിപ്പിക്കുമായിരുന്നു. അവര് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതെടുത്തു കൊടുക്കണം. പിന്നെ എനിക്ക് അച്ചാറിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിച്ചു തരണം. അപ്പോൾ ഫുൾ ടൈം നിന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണി മുൻപോട്ട് പോകത്തില്ല. അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ ഹെൽപ്പറായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ട് ജോസാൻ കൂടെ നിൽക്കും. പിന്നെ ഫുൾ ടൈം സെഷനായിരുന്നു ഇപ്രാവശ്യം ഹെൽപ്പറായിട്ട് കൂടുതലും നിന്നത്. അവനതിന്റെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോകളിൽ അത് വിശദമായിട്ട് കാണിക്കാം. ഇനി 8ാം ക്ലാസ്സിലാണെങ്കിലും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ ബാത്റൂം കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? പക്ഷെ വീഡിയോയിൽ നല്ല കളർ തോന്നുന്നില്ല. കുറച്ചുകൂടെ കളറുണ്ട് കേട്ടോ ആ ടൈലിന്. താഴെ ഇരുന്ന വാഷ് ബേസിനാണ് മേളോട്ട് വെച്ചിരിക്കുന്നത്. ഒരു മാച്ചിങ് ഇല്ലാത്തതുപോലൊക്കെ തോന്നുന്നുണ്ടോ? സാരമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ഈ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഭംഗിയായിട്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലായിടവും വയറും അതും ഇതും കൂടുതലും ഇവിടെ തന്നെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ. യോസാന്റെ ആക്രികൾ കുറേ ഉണ്ട്. അപ്പൊ അന്ന് വൈകിട്ട് തന്നെയാണ് നമ്മുടെ മേളിൽ ആ ടാങ്കിന്റെ സൈഡ് മറയ്ക്കാനായിട്ട്, അത് നമ്മൾ ആ മറ്റേ കൊട്ടേഷൻ കൊടുത്തതിൽ തന്നെ ഉള്ളതായിരുന്നു. അതുകൂടെ മറഞ്ഞു കിട്ടിയപ്പോഴാണ് ഭംഗി വന്നത്. അത് നല്ല രീതിയിൽ ചെയ്തു. കൊള്ളാം. ഇതില്ലെങ്കിൽ കൊള്ളത്തില്ലായിരുന്നു. അപ്പൊ ആദ്യം വയറിങ് ചെയ്തപ്പോൾ പുറത്തെ ഈ ലൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അവിടെയും കൂടെ ഒരു ലൈറ്റ് വേണമെങ്കിലേ ഭംഗിയുള്ളൂ. 3 കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. തൽക്കാലത്തേക്ക് 1 കൊടുത്തു, ബാക്കി പിന്നീട് കൊടുക്കാന്ന് വെച്ചു. അത് ഇട്ടപ്പം രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം തൊട്ട് താഴെ നമ്മുടെ ഷീറ്റ് ഇട്ടേക്കുവാണല്ലോ, അതുകൊണ്ട് എടുപ്പ് തോന്നത്തില്ല. അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ടാങ്കിന്റെ അവിടെ മറച്ചത്. ഇതുകൂടെ വന്നപ്പോഴാണ് നമ്മുടെ ആ റൂമിനും ഹാളിനും ഒക്കെ ഒരു ഭംഗി വന്നതും എടുപ്പ് വന്നതും. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലം
ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു. അപ്പൊ ഇത് ഒരു ദിവസത്തെ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല ദിവസത്തെ വീഡിയോകൾ ചേർത്ത് വെച്ചാണ് നിങ്ങളെ ഒന്നായിട്ട് കാണിക്കുന്നത്. ഇത് പിറ്റേ ദിവസം ജോസാന് സമയം ഉണ്ടായിരുന്നു, ജോസാനും പണിക്കിറങ്ങി. പണ്ടത്തെ കൂട്ട് ജോസാന്റെ പ്രൊഫഷൻ ഇതാണെങ്കിൽ ഇപ്പം ഏണിയിലൊന്നും കയറി നിന്ന് ആ കാല് വിറയ്ക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. ബാത്റൂമിന്റെ ഡോറ് ഞങ്ങള് ഫോട്ടോ കണ്ടപ്പം ഇത്രയില്ലായിരുന്നു, പക്ഷെ വന്നപ്പം ഇത്തിരി വ്യത്യാസമുണ്ട്. ഫോട്ടോയിൽ ഒരു ബ്ലൂ കളറായിരുന്നു, ഡാർക്ക് ബ്ലൂ. പക്ഷെ വന്നപ്പം നമ്മുടെ ടൈലുമായിട്ടൊക്കെ നല്ല മാച്ചിങ് ആയിട്ട് തോന്നി. അയ്യോ, ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, പൊന്നമ്മാമ്മമാരെ ആരൊക്കെ ആയാലും നിങ്ങൾ ഇത് മേടിക്കരുതേ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. വേറെ ഒരു അച്ചാറിടുന്ന യൂട്യൂബർ അവരിത് മേടിച്ച് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, അങ്ങനെയൊക്കെ ആ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇത് മേടിക്കുന്നത്. ഇനി അവർക്കത് നല്ല മെഷീൻ കിട്ടിയോ എനിക്ക് മോശം കിട്ടിയതാണോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. എങ്ങനെങ്കിലും ഇത്തിരി രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ച് ഇത് കറങ്ങുന്നതിനനുസരിച്ച് അതിന്റെ തൊലി ഇച്ചിരി കൂടുതൽ കറങ്ങിയാൽ മൊത്തം അതിന്റെ ലിക്വിഡ് ഇറങ്ങി. മേടിക്കണ്ട, അത് കൊള്ളത്തില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ക്ലീനിങ് ആണ്. എന്താണ് പറയുന്നത്, ഒരു വലിയൊരു സമാധാനമാണ് കേട്ടോ. ഇത് ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ ഓരോ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്യുന്നു. നമുക്ക് ദൈവം ഓരോരുത്തരെ കൊണ്ട് തരുമെന്ന് പറയണക്ക് ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാള് കാണാനൊക്കെ ആയിട്ട് ഒന്ന് വന്നതാണ്. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പം കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ തുടച്ചൊക്കെ തരുവാണ് കേട്ടോ. അപ്പൊ ഒരു സൈഡില് ഞാനേ, ഒരു സൈഡില് ജോസാനെ, മറ്റേ സൈഡില് വന്നവരെ എല്ലാവരും കൂടെ ക്ലീനിങ് നടക്കുന്നു. മോപ്പ് 2 എണ്ണം 2 പേര് യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മോപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി കാണിക്കുന്നത് കേട്ടോ. ഇത് റഫായിട്ടുള്ള തുടപ്പാണ്, ഫൈനൽ തുടപ്പ് വേറെയുണ്ട്. നമുക്ക് കാണുമ്പോ ഇച്ചിരിയേ ഉള്ളെന്ന് തോന്നുമെങ്കിൽ ഏരിയ ഒത്തിരി ഉണ്ട് കേട്ടോ. വലിയൊരു ഹോളാണ് പ്രതീക്ഷിച്ചതിനേക്കാളും. കാരണം അതിനുശേഷം പ്രയർ നടത്തിയിട്ട് നമ്മുടെ സെറ്റിംഗ് കണ്ടോ, ഫാന്, ഈ ബെഡ്റൂമിൽ ഒരു ഫാന്, പിന്നെ ഹാളില് 5 ഫാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബെഡ്റൂമിലും വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ലൈറ്റ് ഒക്കെ ഇടുമ്പോ മൊത്തത്തിൽ. ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ ഇപ്പം മേലെ പെയിന്റ് അടിച്ചപ്പോ ഇതാണ്. ഇനി നാളെ ഇവിടെ ക്ലീൻ ആക്കണം ഫുള്ള്. അവന്മാരുള്ള വെള്ളം എല്ലാം കുടിച്ചിട്ട് കുപ്പിയൊക്കെ എവിടെ ഇട്ടിട്ടുണ്ട്, സ്പ്രൈറ്റ് ഉള്ള വേസ്റ്റും. നാളെ ഇതൊക്കെ വൃത്തിയാക്കണം. ഈ തുണികളൊക്കെ ഒരു വാൻഡും ഉണ്ട്, ആരുടെയെന്നോ ഉണ്ടോ അതിവിടുത്തെ ഇവിടെ ഇരുന്ന് കമ്പനിയിൽ ഇരുന്ന് ആണോ ദോസ്താൻ്റെ നീ വാ. വിളിക്കുന്നുണ്ടോ? ക്യാമറ വിളിക്കുക. ഇങ്ങോട്ട് കേറ്, വരിക കയറിക്ക. അങ്ങോട്ട് എനിക്ക് കയറണ്ടേ? നീ അടങ്ങിയതാ, ഞാൻ പിടിക്കാം, എന്നിട്ട് നീ കേറ്. ചുമ്മാ അല്ലാതെ കണ്ടിട്ട് പേടിയാവും എനിക്ക്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ ഫർണിച്ചറിന് ഓർഡർ ചെയ്ത് കൊടുത്ത കാര്യം. നമ്മൾ ഏത് ദിവസം പറഞ്ഞോ കറക്റ്റ് ദിവസം രാവിലെ തന്നെ അവർ സാധനം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു. കുറേ പേര് അതിന്റെ എൻക്വയറി മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്നും OU പോകുന്ന റൂട്ട് പരുത്തിയാണ്, അതായത് വെളിയുത്തിന് മുമ്പ് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ഡാസ്ലർ ഫർണിച്ചർ, അവിടെ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കറക്റ്റ് ഇന്ന ദിവസം വേണമെന്ന് പറഞ്ഞു, ആ ദിവസം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ില് 5 അടി വീതി 6.25 നീളം, സുഖമായിട്ട് 2 പേർക്ക് കിടക്കാം. ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുന്നത് 6 അടി വീതിയും 6.25 നീളവും, ഭയങ്കരം കട്ടിലാണ് കേട്ടോ. കൂട്ടത്തില് ഒരു കോർണർ സെറ്റിയും ഞങ്ങളുടെ ബുക്ക് ചെയ്തിരുന്നു. ജോസം കുറേ നാളായിട്ട് പറയുന്നതാണ് സെറ്റി മാറ്റണമെന്ന്. ഇവിടെ ഫ്രണ്ടിൽ കിടന്നത് മേളിൽ കൊണ്ടിട്ടു. അവിടെ കയറി പോകുമ്പോഴൊക്കെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ മേടിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. പിന്നെ കട്ടില്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കട്ടില് വലുതാണ്.
പക്ഷെ അന്ന് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ഇപ്പോഴത്തെ പുതിയ മോഡലുണ്ടല്ലോ തറയോട് പറ്റിക്കിടക്കുന്നത്, ആ കട്ടിലാണ്. അതിൽ പിന്നെ ഞങ്ങൾ കട്ടിൽ മേടിക്കാൻ കൂടുതലും കടകളിൽ ഞങ്ങൾക്ക് സ്യൂട്ട് ആവാഞ്ഞതും ആ ഒരു കാര്യം കൊണ്ട്. ഇപ്പൊ വരുന്ന കട്ടിലുകളെല്ലാം കൂടുതലും അങ്ങനെയുള്ളതാണ്. അത് നമുക്ക് അടി തൂക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അത് നീക്കണമെങ്കിൽ തന്നെ ഭയങ്കര വെയിറ്റ് ആണ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ശ്രദ്ധിച്ച് പ്രത്യേകം അത് നോക്കി അടിഭാഗം തൂത്ത് തുടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഉൾക്കാടിക്കട്ടെ മാറ, ഒന്ന് ഉൾക്കാടിക്കട്ടെ, ഒന്ന് ഉൾക്കാടിക്കട്ടെ, ഒന്ന് പറഞ്ഞു കഴുകണം. നല്ല കളർ മാച്ചിങ്ങിലാണ് സാധനം തരുന്നത്. പൊലച്ചിടണം, അന്നേരം അറിയാം. അല്ല കോട്ടൺ, അല്ല പ്യൂർ കോട്ടനാന്ന് തോന്നുന്നേ. കോട്ടൺ തന്നെ. ഫ്ലെക്സിന്റെ ആണോ? നോക്ക് എത്രയുണ്ട് നോക്കട്ടെ. പിന്നെ ഇത് കൊള്ളുന്നതല്ലേ തരുന്നു? അറിയത്തില്ല. ആര് പറഞ്ഞു? നിനക്ക് അത്ര വിഷയമൊന്നുമില്ല, എനിക്ക് വിഷയമൊന്നുമില്ല. ആ നല്ല ബെഡ്ഷീറ്റ്. ഇവിടെ വിരിച്ചിടാം, കഴുകണം. പില്ലോ കവർ വലുതാണെന്ന് നോക്കിയേ. പില്ലോ കവർ അത്യാവശ്യം വലുതാ. വലുതാ. ഒരെണ്ണം ഇല്ലയോ? രണ്ടെണ്ണം. രണ്ട്. കട്ടിൽ മതിയായിരുന്നു. നമുക്ക് രണ്ടുപേർക്ക് ഇത് മതിയായിരുന്നു. അടുത്ത വലിയ കട്ടിൽ എന്തിനായിരുന്നു? ആ വിശാലായിട്ട് കിടക്കുന്നത് കൊണ്ട്. ഞങ്ങളുടെ ബെഡ്റൂമിലെ കട്ടിലിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് വിശാലമായിട്ട് കിടക്കാമെങ്കിൽ സ്ഥലം ഒത്തിരി അങ്ങ് പോയെന്നെ. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ഞങ്ങളുടേത്. ആ കട്ടിലിട്ടപ്പോഴത്തേക്ക് കുറേ സ്ഥലം അങ്ങ് പോയി. പക്ഷെ ഭയങ്കര ഹെവിയാണ് കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ജോസൻ ആദ്യമായിട്ട് കട്ടിലൊന്ന് കിടക്കട്ടെ, ഉൾക്കാടിക്കട്ടെന്നും പറഞ്ഞ് കിടക്കുവാണ്. നല്ല മെത്തയാണ്. മെത്തയുടെ ഒരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ലതായിരിക്കുമോ അല്ലയോ എന്നൊക്കെ. അതിനുശേഷം അടുത്ത സെക്ഷൻ ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും പുനലൂർ പോകുന്ന റൂട്ട്, SM ഗ്രൂപ്പ് എന്നും പറഞ്ഞ്. ഞാൻ ഇതിനു മുമ്പും ഞങ്ങളുടെ അടുക്കളയില് ജനലിലൊക്കെ ഇടാൻ പുല്ലിന്റെ കൂട്ടുള്ള സാധനമൊക്കെ മേടിച്ചായിരുന്നല്ലോ, മാറ്റും ഒക്കെ മേടിച്ചായിരുന്നു. അതും ഈ ഷോപ്പിൽ നിന്ന് തന്നെ ആയിരുന്നു. അവര് കട അടയ്ക്കാറായിരുന്നു കേട്ടോ. അന്നേരമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ സെറ്റിക്ക് കവറൊക്കെ മേടിക്കണം, അങ്ങനെയുണ്ട്. വേറെ ജനലും ഡോറും ഒക്കെ ചെയ്യണമല്ലോ, അതൊക്കെ നോക്കാൻ വേണ്ടി പോയതാണേ. നമുക്ക് എത്ര 12 പൈസ? ഇത് 12 പൈസ ഉള്ളൂ. സിംഗിളായിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് ചെയ്യും. അല്ല, സിംഗിളായിട്ടുള്ളത് ഇവിടെ കൂട്ടി 12 ഉള്ളോ? 13. അതുപോരെ? ആ സിംഗിളായിട്ടുള്ളത് ഇവിടെ ഇട്ടാ പോരെ? സിംഗിളായിട്ട് ഒരെണ്ണം ഇടേണ്ടി വരും. ഇരിക്കുന്നതിനും ഇതിനും കൂടെ വേണ്ട. സിംഗിളായിട്ട് ആ കോർണർ, ആ സിംഗിളേ കോർണർ സീറ്റിലിടാം. എന്തെങ്കിലും സ്യൂട്ട് ആവാത്തതുണ്ടെങ്കിൽ നാളെ വരുമ്പോ കൊടുത്തു വിടാം. ഇതെടുക്കട്ടെ. നാളെ ആരാ വരുന്നേ? അന്നേരം നോക്കാമല്ലോ. പിന്നെ കുഴപ്പമില്ല. കോട്ടൻ മതി, കോട്ടൻ മതി. എന്റെ പൊന്നെ ചൂടെടുക്കും. ഇത് കോട്ടനാ. അധികം കോട്ടനല്ല, അതും കോട്ടനാ. അതിനെക്കാട്ടി വലുതാ വൈറ്റ്. അത് വലിപ്പമുണ്ട്. ആ വെള്ള അത് സെയിം ആണെന്ന് തോന്നുന്നു. വെച്ച് നോക്കി, ഇച്ചിരൂടെ വലിപ്പം മറ്റേതാ. അല്ല, ഇപ്പൊ എടുത്തതാ കുറച്ചുകൂടെ വലിപ്പം. അല്ല, പഴയതാ. ആണോ? നീളം മറ്റേതിനാ ഇച്ചിരൂടെ. ഇത് കോട്ടനാ. ഇതിനെക്കാട്ടി നല്ല. എന്ത് വില? 100 50? ഇട്ടു നോക്കാം. എന്തായാലും ഇവര് നാളെ വരുന്നുണ്ടല്ലോ. പന്നലാക്കത്തില്ല, പന്നലാക്കത്തില്ല. അതുപോലെ അങ്ങ് കൊണ്ടുതരാം. വലുത് കുറെയൊക്കെ ബുക്ക് കൊണ്ട് പോരാ. എല്ലാം എടുത്തോണ്ട് പോകുന്നു. ഇല്ല അല്ലാതെ എങ്ങനെ അല്ല, നൂലിന്റെ അത് 300. എല്ലാ ബെഡിനും ഓഫർ. ബെഡ് ഒന്നും വേണ്ട, ബെഡുണ്ട്. ഓർത്തോ ബെഡിനോ എത്രയോ? ഇപ്പൊ ഇത് ആർക്ക് വലിയ സൈസ് വരുന്നു, 6 വരുന്നു. ഇത് 19. അതിന്റെ ഹാഫ് എമൗണ്ടേ ആവത്തുള്ളൂ. 6 ഞങ്ങളുടെ
അതിന്റെ ഹാഫ് അത് സ്പ്രിങ്ങിന്റെ ആണ്. ഇത് സ്പ്രിങ്. ഇത് 22,500 വരുന്നത്. ഇതിന്റെ ഹാഫ് എമൗണ്ട് ആകത്തുള്ളൂ. 10 വർഷം വാറണ്ടി. അതല്ല, പിന്നെ ഇത് കംഫർട്ടോ. ഇത് വലിയ സൈസ് വരും, കുറച്ച് സോഫ്റ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല. ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം. ഫോട്ടോ എങ്ങനെ കാണേര്? ഇല്ല, നമുക്ക് ഇപ്പൊ അറിയാമല്ലോ, നോക്കിയിട്ട് പിന്നെ പറയാം. കളർ വേണ്ട. ഇത് വേണം. അത് അതൊരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് എടുത്തേക്കണേ. അതിടാം അല്ലയോ? പക്ഷേ അത് അല്ല, അതിനെയൊക്കെ കുറച്ചുകൂടെ നല്ല ഇത് കണ്ടിട്ട് കറ പിടിച്ചാൻ തോന്നും. അല്ല, വീഡിയോക്കകത്ത് എടുപ്പുണ്ട്, പക്ഷെ നമ്മൾ അല്ലാതെ നോക്കുമ്പോഴേ അതെ നമുക്ക് മനസ്സിലായി. പക്ഷെ കാണുന്നവർക്ക് ഒറ്റ നോട്ടത്തിലേ അത് കറ പിടിച്ചു എന്നൊന്നും തോന്നും. അതാ ഞാൻ പറഞ്ഞേ. ഇതെടുക്കട്ടെ? പിന്നെ ഏതായാലും എങ്കിൽ അത് ഇട്. പിന്നെ വേറെ എന്താണ്? വാൾപേപ്പർ പുതിയ വാൾപേപ്പറൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് തരുമോ? ഇതൊക്കെ നമുക്ക് ഒട്ടിക്കണം പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യും. വേറെ പ്രീമിയം വാൾപേപ്പർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സാധാരണ നോർമൽ നമുക്ക് വിളക്കി ഒട്ടിക്കാവുന്നതാണ്. പിന്നെ ഇതുണ്ട്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. വാൾപേപ്പർ ആണെങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളുണ്ട്. പുതിയതായിട്ട് വീട് ചെയ്യുന്നവർക്കൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ കടയിൽ പോയി നോക്കാം കേട്ടോ. ആ പിള്ളേരാണെങ്കിലും നല്ല നല്ല സഹകരിക്കുന്ന, നമുക്ക് സ്വാതന്ത്ര്യത്തോട് എന്തും പറയാൻ പറ്റുന്ന പിള്ളേരാണ് അവിടെ നിൽക്കുന്നതും. എനിക്ക് ഞങ്ങൾ ഇപ്പം മേളിൽ ചെയ്ത ഹാളിന്റെ ഒരു ഭിത്തിയില് എന്തേലും വാൾപേപ്പറിന്റെ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. വില കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട്. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുമ്പോൾ അടിപൊളി. ഗ്രീൻ ഉണ്ട്. ഇത് റോള് വരുന്നു. ഇത് റോള് വരുന്നത് 900. ഇങ്ങനെയൊക്കെ 900. എത്ര ഇത് 54 സ്ക്വയർ ഫീറ്റ്. 54 സ്ക്വയർ ഫീറ്റ്. ഇതൊക്കെ പ്രീമിയം ആയിട്ട് ഇതിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 1300 റേറ്റ് വരെ നോക്കിയാണ്. ഇതൊക്കെ ലൈറ്റ് ഒക്കെ വരുമ്പോൾ നല്ല തിളക്കമായിരിക്കും. ഈ ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഈ വാഷ് ബേസിന്റെ അവിടെ ചെയ്യാനൊക്കെ അത് വാഷ് ബേസിന്റെ ഒരു വാഷിംഗ് അവിടെ ചെയ്യുന്ന അതാ റൂമിലൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോ കാണാം ആ റോള് കണ്ടു. ഇതിന്റെ റേറ്റ് എങ്ങനെയാ പറഞ്ഞു? ഇത് 1,300. 1,300. ഈ ഇത് എത്ര സ്ക്വയർ ഫീറ്റ്? ഇത് എത്ര ഉണ്ട്? 40 സ്ക്വയർ ഫീറ്റ്. തുടച്ചൊക്കെ ഇടുന്ന ടൈല് പോലും. മറ്റേ വാൾപേപ്പർ ആകുമ്പോൾ 54 സ്ക്വയർ ഫീറ്റ്. നിന്റെ അടുക്കളയിലൊക്കെ ക്ലീൻ ചെയ്യാം, കയറി പോത്തില്ല. എനിക്കറിയാം, ഇവര് ഇത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിനക്കല്ലല്ലേ. ഞാൻ പറഞ്ഞല്ലോ, കട അടയ്ക്കാറായ സമയത്താണ് ഞങ്ങളവിടെ ചെന്നത്. ലാസ്റ്റ് കസ്റ്റമർ ഞങ്ങളായിരുന്നു. അതിന്റെ തലേന്ന് ഇവിടുന്ന് വന്ന് നോക്കിയായിരുന്നു. ഞങ്ങളുടെ മേളത്തെ ആ ജനലൊക്കെ അതിന്റെ അളവൊക്കെ എടുക്കാൻ വന്നായിരുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് വേണ്ടത് അതൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. മെയിനായിട്ട് സെറ്റ് കവർ വേണമായിരുന്നു. എന്ത് മേടിക്കണമെന്ന് അറിയത്തില്ല, അതാണ് പ്രശ്നം. എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രാന്തം എന്ന് പറയുന്നത് ചെടിയുടെയാണ്. എവിടെ പോയാലും ഏത് പോട്ട് കണ്ടാലും ഇൻഡോർ ആയാലും എങ്ങനെയെങ്കിലും അത് മേടിക്കണമെന്നുള്ള ഒരു ചിന്തയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി നല്ല കുപ്പി ഗ്ലാസിന്റെ ചെറിയ ചെറിയ വൈൻ ഗ്ലാസും അതും ഇതുമൊക്കെ മേടിച്ചല്ലോ. എല്ലാത്തിലും ഇപ്പം ബബിൾസും ഇട്ട് വെള്ളം ഒഴിച്ച് ചെടി ഇട്ട് വെച്ചേക്കുവാണ്. ഞങ്ങള് കാരണം അവർക്കും ലേറ്റ് ആയെന്ന് തോന്നുന്നു. അത് ഓൾറെഡി അവർ പറഞ്ഞതാണ് കേട്ടോ. കാരണം വീട്ടിൽ തലേന്ന് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇന്ന സമയത്തേ ഞങ്ങൾക്ക് സമയമുള്ളൂ, വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, വന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടാണ് പോകുന്നത്. അപ്പം പോയ വഴി എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എഴുത്താണി ഇതൊക്കെ മിക്കവാറും കയറുന്ന സ്ഥലങ്ങളാണ്. ഇത് കൊല്ലത്തെ എഴുത്താണിയല്ല, കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന റൂട്ടുള്ള എഴുത്താണിയാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് കേട്ടോ. എഴുത്താണിയിൽ ഓരോരുത്തടത്തും ഓരോന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പൊറോട്ട.
കുഞ്ഞു പൊറോട്ടയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കറികളൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാം. ജോസാൻ ഇടിയപ്പവും കൂട്ടത്തി ഓർഡർ ചെയ്തു. എനിക്ക് ഇടിയപ്പം വേണ്ട, എനിക്ക് പൊറോട്ട മതി. ഇവിടെ ചെന്നാൽ പൊറോട്ട കഴിക്കാതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എഴുത്താണിയിലെ പൊറോട്ട. ഇത് ബീഫ് റോസ്റ്റ്, ബീഫല്ല പോത്ത് റോസ്റ്റ് അരയാണ് ഞങ്ങൾ മേടിച്ചത്. പക്ഷെ അരയുടെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ 2 പേര് പോകുവാണെങ്കിൽ 1/4 പ്ലേറ്റിന്റെ, അത് നമുക്ക് 1/4 അര ഫുള്ള് ഇങ്ങനെയൊക്കെയാണല്ലോ. 1/4ന്റെ ആവശ്യമേ ഉള്ളൂ. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ് ആ പോത്ത് റോസ്റ്റും. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, കൈമാസ് അൽഫാമും മന്തിയൊക്കെ കിട്ടുന്നിടം, അവിടുത്തെയും പോത്ത് റോസ്റ്റും അയ്യോ, നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന സെയിം ടേസ്റ്റ് ആണ് അതിനും. ഇതും അതുപോലെ തന്നെ. അപ്പോ കുഞ്ഞി പൊറോട്ടയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എപ്പോഴും ഈ പുറത്തുനിന്ന് കഴിപ്പേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ പല ദിവസത്തെ വ്ളോഗാണ്. പുറത്തിറങ്ങുമ്പോൾ ഈ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ്. അപ്പം പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നാൽ അത്രയാകുമല്ലോ, അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് മറ്റു കാര്യങ്ങൾ നടക്കുമല്ലോ, അങ്ങനെ ഒരു ചിന്തയാണ് കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. ആ, ഇത് സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്ന് ഞാൻ പൊറോട്ട അങ്ങ് വെറുത്തായിരുന്നു. കാരണം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, ഭയങ്കര ഹാർഡുമാണ്, തിന്നു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളം കൂടി ദാഹം. പക്ഷെ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പാഴ്സൽ മേടിച്ചോണ്ട് വന്നാൽ പിറ്റേന്നാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കൂടുതൽ പൊറോട്ട പുരാണം പറയുന്നില്ല. നിങ്ങളെ കേൾക്കും, നിങ്ങളെ ചിന്തിക്കും ഇത് മാത്രമേ ഉള്ളൂ പറയാനെന്നും. ഇപ്പോ ഞങ്ങള് സെറ്റി കവർ മേടിച്ചത്, ഇത് നിങ്ങളൊന്ന് പറയണേ, ഈ കളർ ഇതിന് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവിടെ ചെന്നപ്പോ ആ പയ്യൻ ഞാൻ പറഞ്ഞല്ലോ തലേന്ന് വന്നപ്പോ ഈ സെറ്റിയൊക്കെ കണ്ടിട്ടാണ് അവൻ പോയത്. അപ്പോഴാണ് പറഞ്ഞത് സെറ്റി കവർ ഒക്കെ ഉണ്ട്, വന്നൊന്ന് നോക്ക്, ഏതാണെന്ന് വെച്ചാൽ എടുക്കുന്ന. അപ്പൊ ഗ്രേപ്പ് കളർ ഉണ്ടായിരുന്നു, അത് എടുക്കട്ടെ എന്നാണ് ആദ്യം ആ പയ്യൻ ചോദിച്ചത്. അപ്പൊ ഗ്രേപ്പ് കളർ സ്യൂട്ട് ആകുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് അതിന്റെ കളറിന് മാച്ച് ആവുന്ന കളറാണ് ഞങ്ങൾ എടുത്തത്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചുകൂടി നല്ലത് ഡാർക്ക് കളറാണ് അല്ലേ? എനിക്ക് അങ്ങനെ ഒരു തോന്നല്. നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയാണെന്ന്. എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിക്കും, അത് പ്രതീക്ഷിക്കുന്നു. കാരണം നല്ല കളർ കോമ്പിനേഷൻ അറിയാവുന്ന ധാരാളം പേര് ഈ വീഡിയോ കാണുന്നവരുണ്ട്. അതിനുശേഷം ഞങ്ങൾ സെലക്ട് ചെയ്ത് ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. മറ്റേ കർട്ടനേക്കാളും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സ്യൂട്ട് ആവുന്നതും ഇതാണ്. നല്ലൊരു ലുക്കും മുറിക്ക് കിട്ടും. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു വേണ്ട ജോസാൻ മറ്റേ കർട്ടൻ മതി. പക്ഷേ ജോസാന് നിർബന്ധമായിരുന്നു ബ്ലൈൻഡ്സ് തന്നെ ഇടാം. എന്തായാലും ഇതൊരു ഗസ്റ്റ് റൂമാണ്. കൂടുതലും ഞങ്ങള് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനകൾ വെക്കുമ്പോൾ പുറത്തു നിന്നും എന്തേലും പാസ്റ്റർമാർ വരുവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ ഒരു മുറി ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ മുറിയായിട്ടാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തിടാൻ വേണ്ടി ബ്ലൈൻഡ്സ് ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അത് സ്യൂട്ട് ആവുന്നുണ്ട്. ഈ പിള്ളേരും തലേന്ന് പോയി ഞങ്ങൾ ബുക്ക് ചെയ്തു, പിറ്റേന്ന് തന്നെ വരാമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ദിവസം അവരവിടുന്ന് ചെയ്തോണ്ട് വന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയേ ഉള്ളായിരുന്നു. 10-15 മിനിറ്റ് അത്രയത്തെ കാര്യമേ ഉള്ളൂ. സംഭവം കഴിഞ്ഞു. അങ്ങനെ മെയിൻ ആയിട്ടുള്ള ആ ഒരു പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഏകദേശം വീടിന്റെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ബ്ലൈൻഡ്സ് ബെഡ്റൂമിൽ 3 എണ്ണം, പിന്നെ ഹോളിന്റെ ഒരു സൈഡും കൂടെ ഒരു ജനലുണ്ടല്ലോ, അങ്ങനെ ഒരെണ്ണം കൂടി. ആഹ് ഇത് വളരെ കൂടിയതൊന്നും അല്ല കേട്ടോ. വലിയ റേറ്റുള്ളയൊന്നും അല്ല. കുറഞ്ഞ റേറ്റിന്റെയാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. അതിനും അവര് ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഈ വ്ളോഗിൽ ഞാൻ ഇത്രേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അത്യാവശ്യം വലിയ വ്ളോഗായി പോയി. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് ഉടൻ വരാമേ. ബൈ. ഗോഡ് ബ്ലസ് യു.